സ്വന്തം അമ്പലത്തിന്റെ വില മനസ്സിലാവാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക. എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത്, ഗണപതി ഭഗവാനെ തൊഴുത്, നിങ്ങൾ മറ്റേ താമരക്കണ്ണനൊക്കെ തൊഴുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം ആ പുറകിലുള്ള അനന്തശയനത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ട്, കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിന്റെ നേരെ പുറകിൽ. അവിടെ ആ മേൽശാന്തി പ്രസാദം കൊടുക്കണതിന്റെ ഇടത് ഭാഗത്തായിട്ട് ഇരുന്നിട്ടുകൊണ്ട് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സാധാരണഗതിയിൽ ഒരാൾക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചൊല്ലി തീർക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. എന്തുകൊണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറയും ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി ജപിച്ചാൽ മതി, ഇവിടെ ഇരിക്കണ്ടെന്ന്. അത്രേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ അത്ര സമയം ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ നിർത്തിയില്ല. അതിപ്പോ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളെ ഇവിടെ ആര് പിടിച്ചു മാറ്റും? ഈ അമ്പലത്തിൽ വരോ? അവരെത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഗുരുവായൂരപ്പന് ഒരു മഞ്ഞ ഉടുപ്പ് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തുന്നി സമർപ്പിക്കണം, ഞാൻ കൊടുക്കണ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് എൻ്റെ ഉണ്ണിയെ കാണണം, രാവിലെ നട തുറക്കണ സമയത്ത് ഞാൻ കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണണം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഡ്രസ്സ് അവിടെ ചാർത്തില്ല, പഠിക്കൽ വെക്കാം, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല, അത് എടുത്ത് മാറ്റി വയ്ക്കുക. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഗുരുവായൂരപ്പൻ എടുക്കുന്നുണ്ട്, അതിൽ തർക്കമില്ല. ഗുരുവായൂരപ്പൻ നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന എന്തും, പത്രം പുഷ്പം ഫലം എന്ന് ഭഗവാൻ പറയുന്നു, ഭക്തിയോടുകൂടി എന്ത് കൊടുത്താലും ഗുരുവായൂരപ്പൻ എടുക്കും. പക്ഷെ നിങ്ങൾക്ക് ആ വിഗ്രഹത്തെ ചാർത്തി കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനം, നിങ്ങളൊരു തുളസിമാല കൊടുത്താലും, നിങ്ങളൊരു താമര കൊടുത്താലും, നിങ്ങളൊരു വെണ്ണ കൊടുത്താലും, നിങ്ങൾ എന്ത് കൊടുത്താലും, എനിക്കൊന്നും കദളിപ്പഴം മാത്രം അവിടെ നേതൃത്വത്തിന് ഉപയോഗിക്കും തോന്നുന്നു, ബാക്കി ഒന്നും ഉപയോഗിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന പാല് പോലും ഉപയോഗിക്കില്ല. പല സ്ഥലത്തുള്ള പാലാ വരണത്, എല്ലാം കൂടെ ചേർത്ത് ഒഴിച്ചാൽ പിരിയുന്ന പറഞ്ഞിട്ട് അത് ഉപയോഗിക്കില്ല, മാറ്റി വയ്ക്കും. എന്ത് കൊടുത്താലും എടുക്കില്ല. സ്വർണത്തിന്റെ ഒരു മാല കൊടുത്താൽ ഉറപ്പായിട്ടും കൊണ്ടേ ചാർത്തി കാണിക്കും, അത് പിന്നെ വേറെ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഈ നാട്ടിലെ മേശാന്തിയോട് നിങ്ങൾ പോയി പറയുകയാണ്, നാളെ ഞാനൊരു മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് ചാർത്തുമെന്ന് വെച്ചാൽ ഇവിടെ എടുക്കുമല്ലോ. കുറച്ച് വെണ്ണ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടെന്ന് പറയുകയാണ്, ഇതാ എനിക്കിത് നെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നെയ്തിക്കുമല്ലോ. നിങ്ങളെ വീട്ടിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കദളിക്കൊല അതൊന്നൊരു ചീർപ്പ് പഴം എടുത്തിട്ട് ഒരു ഇലയിലാക്കിയിട്ട് ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ടേ സമർപ്പിച്ചാൽ അത് നെയ്തിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരും. സ്വന്തം നാട്ടിലെ അമ്പലത്തിന്റെ വില മനസ്സിലാക്കൂ. ഇവിടെ ഒരാളും പിടിച്ചു തല്ലില്ല, ഇവിടെ ഒരാളും മതി എന്ന് പറയില്ല, ഇവിടെ ഒരാളും നീങ്ങൂ എന്ന് പറയില്ല. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അതാണ് സ്വന്തം നാട്ടിലെ അമ്പലത്തിന്റെ വില.